Start camera. Rolling, sir. Action! ഓക്കെ പോയിന്റിലോട്ട് വരാം. ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ ഈ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. അല്ല സാർ ഇതൊന്നും അറിഞ്ഞില്ലപ്പോ. അതിന് ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. വെറുതെ ചിരിപ്പിക്കരുത്. കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം ഭയങ്കരം തന്നെ എന്ന കാലം കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ട്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. രാജ്യസഭ MP ആയിട്ടുള്ള CPM നേതാവ് ശ്രീ A റഹീമിന്റേതാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആള് തന്നെയാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. കാരണം அப்போ நான் பொட்டனா ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമടക്കം, ശ്രീ പിണറായി വിജയന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത നടനാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. ഓരോ കാലഘട്ടത്തിലും നമ്മളെ തൊലയ്ക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ്, അതിലെ പ്രതിയായിരുന്നു ശ്രീ ഷൈൻ, അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ. അപ്പൊ ആ കേസ് എങ്ങനെയാണ് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയത് എന്നും ഇവരെങ്ങനെ ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ തന്നെ അപ്പൊ അതുകൊണ്ട് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.